ഞങ്ങൾ പണ്ട് മുതലേ ആനകളും മുതുവ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഒന്നിച്ച് തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ചിന്നക്കനാൽ പഞ്ചായത്ത്. ഇപ്പോൾ നമ്മൾ റോട്ടിൽ ഒരു വളവ് ചെന്ന് കഴിഞ്ഞാൽ വണ്ടി വരുമോ വളരെ ജാഗ്രതയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആനയുണ്ടോ അല്ല പുലിയുണ്ടോ നോക്കി വളരെ വളരെ കെയർഫുള്ളായിട്ടാണ് പോകുന്നത്. ഈ മേഖല എവിടെ വന്ന് നിന്നാലും 1-2 ദിവസത്തേക്ക് നിൽക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പടക്കം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് മാറി പോകും. ചിന്നക്കനാലിലെ 301 കോളനിയിൽ നിന്ന് മുതുവാൻകുടിയിലേക്കാണ് യാത്ര. ഏകദേശം 3 കിലോമീറ്റർ വരും. കാടിനിടയിൽ കോൺക്രീറ്റ് നിർമ്മിതികൾ പൊട്ടിമുളച്ചു വരുന്ന കാഴ്ചകൾ വഴിനീളെ കാണാം. ഇതിനിടെ ആന മുറിച്ചു കടക്കുന്ന ഇടം എന്ന ഒരു ബോർഡും. ചിന്നക്കനാലിൽ പതിറ്റാണ്ടുകളായി താമസമാക്കിയ മുതുവാന്മാരുടെ 3 കോളനികളിലൊന്നായ ചെമ്പകത്തൊഴു കുടിയിലേക്കാണ് ഈ വഴി പുരോഗമിക്കുന്നത്. മനുഷ്യനും പ്രകൃതിയും കൈകോർത്ത് ജീവിക്കുകയാണ് ഇവിടെ. ചെറിയൊരു മുരുകൻ ക്ഷേത്രമുണ്ട്. കുടിയിലേക്ക് അവശ്യ സാധനങ്ങളുമായി വണ്ടികൾ വരുന്നതും സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നതുമെല്ലാം കണ്ടു. തിണ്ണയിലിരുന്ന് വിശ്രമിക്കുന്ന 2 പഴമക്കാരെ പരിചയപ്പെട്ടു. വീടുകൾക്ക് മുന്നിൽ കുരുമുളക് ഉണക്കി വരികയാണ് ചിലർ. ഈ കാണുന്ന മൺവീടാണ് ചാവടി അഥവാ സത്രം. ഇപ്പോഴിവിടുള്ള ഏക പരമ്പരാഗത നിർമ്മിതിയാണ് ഈ വിശ്രമ കേന്ദ്രം. തീ കായാനും വിശ്രമിക്കാനുമായിട്ടുള്ള സൗകര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. തൊട്ടടുത്ത് സർക്കാർ പുതിയ കോൺക്രീറ്റ് കെട്ടിടം പണിതു നൽകിയെങ്കിലും മണ്ണ് കുഴച്ച് ഓലമേഞ്ഞ ഈ പഴയ നിർമ്മിതിയോട് തന്നെയാണ് ഇവിടത്തുകാർക്ക് പ്രിയം. കോളനിയിലെ മൂപ്പനെ അതിനിടയ്ക്ക് കണ്ടു. ഇവിടെ ആദ്യം ആനയുടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അത് പണ്ട് തൊട്ടുള്ള മേഖല തന്നെ ഈ മേഖല. അതിനു മുമ്പിരുന്നുള്ള കാലം തന്നെ ആനയുടെ പ്രശ്നങ്ങളുള്ള മേഖല തന്നെ ഈ മേഖല. ഈ ചിന്നക്കനാൽ പഞ്ചായത്തിലെ ആദിവാസി മുതുവാനം എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പുൽക്കുടി, ടാങ്കിക്കുടി, ഈ 3 കുടിയിലുള്ള ജനങ്ങളുടെ കൃഷി മേഖലകൾ തന്നെ ഇത് മൊത്തം. അപ്പോൾ ഈ മേഖല എവിടെ വന്ന് നിന്നാലും 1-2 ദിവസത്തേക്ക് നിൽക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പടക്കം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് മാറി പോകും. എന്നിട്ടും പിന്നെ ഞങ്ങൾ ജീവിതമാർഗ്ഗം ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര മൃഗങ്ങൾ വന്ന് എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഇത് വിട്ട് എവിടെയും പോകാൻ ഒരു മാർഗ്ഗമില്ലല്ലോ. അത് കാരണം കൊണ്ട് ഞങ്ങളും മൃഗങ്ങളും ഒന്നിച്ച് തന്നെ ജീവിച്ചുകൊണ്ട് കാലം പോരാവും ഇരിക്കുന്ന മേഖല തന്നെ ഈ മേഖല. പ്രധാനമായിട്ട് കൃഷി കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, ഇങ്ങനെ കൃഷികൾ. മൂപ്പനോട് സംസാരിച്ച ശേഷം കോളനിയിലെ മുൻ ST പ്രൊമോട്ടറായ ശശിയുമായും സംസാരിച്ചു. അപ്പം ഞങ്ങളുടെ ആൾക്കാർ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആനയിറങ്കൽ ഡാം, അവിടെ ഞങ്ങളുടെ മുൻ തലമുറക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം അവരൊന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഇവിടത്തേക്ക് മാറ്റി. അങ്ങനെ ഇവിടെ 3 കുടിയായിട്ടുണ്ട്. പണ്ട് പരമ്പരാഗത കുടികളായിട്ട് 3 കുടിയുണ്ട്. ഒന്ന് ചെമ്പൂത്തിരി കുടി, ടാങ്ക് കുടി, പച്ചപ്പൽ കുടി. ഏതാണ്ട് 1200 പരം ആളുകളുണ്ട് ഞങ്ങൾ. ചിന്നക്കനാൽ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പണ്ട് മുതലേ ഞങ്ങളുടെ തലമുറക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു 10-70 വർഷക്കാലമായിട്ട് ഇവിടെ ഒന്നിച്ച് സെറ്റിലായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മാത്രം 200 കുടുംബമുണ്ട്. 570 പരം ആൾക്കാരുണ്ട്. ഞങ്ങൾ പണ്ട് മുതലേ ആനകളും മുതുവ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഒന്നിച്ച് തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ചിന്നക്കനാൽ പഞ്ചായത്ത്. ഇപ്പോൾ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് കൂടി ഇച്ചിരി ആനകൾക്ക് നിൽക്കാനും ബുദ്ധിമുട്ടായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പൂർവികർ
അക്കാലത്ത് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെ അക്കാലത്ത് ഞങ്ങൾ വളരെ ജാഗ്രതയോടെയാണ് കാട്ടിനുള്ളിൽ പോകുന്നത്. മൃഗങ്ങളുണ്ടോ, ഇപ്പം നമ്മൾ റോട്ടിൽ ഒരു വളവ് ചെന്ന് കഴിഞ്ഞാൽ വണ്ടി വരുമോ, വളരെ ജാഗ്രതയോടെ പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആനയുണ്ടോ അല്ല പുലിയുണ്ടോ നോക്കി വളരെ വളരെ കെയർഫുള്ളായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ട് പോകുന്നത്. ഇതുവരെ ദൈവാനുഗ്രഹത്തിൽ അങ്ങനെ രക്ഷപ്പെട്ടത്. പിന്നെ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ്, ഒരു 4-5 വർഷം മുമ്പ് ഇവിടുത്തെ ഞങ്ങളൊരു ആളെ ആനച്ചവിട്ടി കൊന്നായിരുന്നു. പുള്ളിക്ക് ചെവിയേക്കാനും സംസാരിക്കാനും പറ്റാത്ത ഒരാൾ. അങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടതാണ് പുള്ളി. അത് 301 വെച്ചായിരുന്നു. ആചാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മൃഗങ്ങളുമായി? ഇല്ലല്ല, അങ്ങനെ ആചാരങ്ങളായിട്ടില്ല. മൃഗങ്ങളായിട്ട് ഞങ്ങൾക്കൊരു ആചാരങ്ങളായിട്ടില്ല. പിന്നെ അവരെ കാണുമ്പോൾ ഞങ്ങൾ മാറും. അങ്ങനെ മാറി പോകുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് പോകുന്നത്. കാരണം ഞങ്ങൾ വീട് ഒന്നിച്ചാണ് താമസിക്കുന്നത്. അതുകൊണ്ട് മൃഗങ്ങളുടെ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ട് പോകുന്നത് അങ്ങനെയാണ്. ഈ വീട് തകർക്കുന്ന പ്രശ്നമൊക്കെ അരിക്കൊമ്പൻ്റെ കേസിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഞങ്ങളുടെ കുടിയിലെ വീടുകൾ തകർത്തിട്ടില്ല. ചിന്നക്കനാൽ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ കുറച്ച് വീടുകളൊക്കെ തകർത്തിട്ടുണ്ട് അരിക്കൊമ്പൻ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. കൃഷിദേഹങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അത് പിന്നെ ഈ ആനയുള്ള സ്ഥലത്ത് നശിപ്പിക്കുമല്ലോ, നശിപ്പിക്കാതിരിക്കത്തില്ല. പിന്നെ ഞങ്ങളുടെ ഈ ചിന്നക്കനാൽ പഞ്ചായത്തിൽ ചെമ്പൂത്ത് ഈ 3 കുടിക്കാരുടെ പ്രശ്നം ഇപ്പം നിലവിൽ ഒരു രേഖ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. പട്ടയമോ കൈവശ രേഖ കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു. ഇതിന് മുമ്പൊക്കെ മുതുവാക്കുടി ഇടുക്കിയുടെ ഇളമലക്കുടിയിൽ പോലെ രേഖകളൊന്നുമില്ല. എല്ലാ കുടിയും മിക്ക കുടികളിലും രേഖയില്ല. വനമേഖലയിലാണെങ്കിൽ വനരേഖ കൊടുക്കുന്നുണ്ട്. ഇത് റവന്യൂ ഭൂമിയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ഒക്കെ ഇത് വലിയ ഗൗരവത്തിൽ എടുത്തിട്ടില്ല രേഖയെക്കുറിച്ച്. ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് രേഖ അത്യാവശ്യമായിട്ട് വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ഇതിന് ഗവൺമെൻറ് ശ്രദ്ധ വെച്ച് ഞങ്ങളുടെ ഒരു പ്രത്യേക പരിഗണന നൽകി ഇവിടുത്തെ പരമ്പരാഗത ആദിവാസികൾക്ക് രേഖ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം.